ബൈ ഇന്ന് നമ്മ മദ്രസയിലത്തെ ചങ്ങായിമാര് ടർഫിൽ ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. പൊരുന്ന പിന്നെ കയ്യും കാലും മുടിച്ചിട്ട് ഇപ്പൊ പൈസ എടുത്തിട്ട് നേരെ ടർഫിലേക്ക് പായാണ്. അങ്ങനെ ആദ്യത്തെ നോക്കുമ്പോ എല്ലാവരും ടർഫിന്റെ ഓപ്പോസിറ്റുള്ള ബേക്കറിയിൽ നിന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പൊ കണ്ട ഈ ബേക്കറിന്റെ ഓണറാണ് നമ്മളെ ചങ്ങായി ഫത്ത. ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമാണ് ബൈതിട്ട് പറഞ്ഞത്. ഇപ്പൊ നോക്കുമ്പോ എല്ലാം എത്തുന്നത്ര. അപ്പോഴാണ് നമ്മൾ ഇർഫാന്റെ താർന്നിറങ്ങിയിട്ടുള്ള മാസ് എൻട്രി. എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും ഇങ്ങനത്തെ ഒരു ചങ്ക്. അപ്പൊ ആ ചങ്കിന് ഇവിടെ മെൻഷൻ ചെയ്തോ. സത്യം പറഞ്ഞാൽ നമുക്ക് കളിക്കാൻ വരാൻ വല്ല താല്പര്യമൊന്നും ഉണ്ടായിട്ട. പിന്നെ യോറെ നിർബന്ധ പ്രകാരമാണ് ഞാനിവിടെ കളിക്കാൻ വന്നത്. അതിനുള്ള പ്രൂഫാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. എല്ലാവർക്കും നമ്മളെ മതിയെന്ന്. നമ്മളിവിടെ സിംഗിൾ ആയിട്ട് നിൽക്കുമ്പോ ഈ ചങ്ങായാണെങ്കിൽ ആരോടോ മുണ്ടുന്നുണ്ട്. കളി തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ ബാറ്റ് പിടിക്കാനുള്ള തല്ലു തുടങ്ങി. അങ്ങനെ ഇപ്പൊ ടീമെല്ലാം ഇട്ടിട്ട് നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാറ്റിംഗിൽ എന്റെ ടേൺ വന്നിട്ടാകുമ്പോ ഞാൻ പിന്നെ ബെച്ചു അടിച്ചിട്ട് 6ഉം 4ഉം ഒന്നും അടിക്കാൻ നോക്കിയിട്ടാ. കാരണം നമ്മളും ധോണിന്റെ ഒക്കെ കോഹ്ലിന്റെ ഒക്കെ എല്ലാം 6ഉം 4 അടിക്കുന്ന ആളല്ലപ്പാ. പിന്നെ ഈ ഫീൽഡ് നിൽക്കുന്ന പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പായിപ്പിച്ചിട്ട് ബേജാറാണെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ഇപ്പൊ കളിയെല്ലാം മുമ്പോട്ട് പോയിട്ട് ഇപ്പൊ ബോളിംഗിൽ എന്റെ ചാൻസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ ബോളിൽ ഓർക്ക് അടിക്കാൻ കഴിയാണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കിയായിരുന്നു 2-3 വൈഡും ഓർക്ക് 6ഉം 4 അടിക്കാൻ പറ്റിയ 2 ബോൾ ഇട്ട് കൊടുത്തു. നമ്മ ഇങ്ങനത്തെ എത്ര കാണുന്നപ്പാ. പിള്ളേരല്ലേ ഇന്ന് കളിച്ചോട്ട് ഞാനും ഹാപ്പി ഓറും ഹാപ്പി. അതിന്റെ ഇടയിൽ നമ്മളെ മമ്മൂദാണെങ്കിൽ കാറ്റ് പറത്തി വിടുന്നുണ്ട്. ഇങ്ങനെ പോയെങ്കിൽ അവന് കേരളത്തിൽ മരം കൊണ്ട് നിറക്കും. അങ്ങനെ ലാസ്റ്റ് കളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കളി തോറ്റ ബേജാറിൽ ഇർഫാൻ ആണെങ്കിൽ എന്നെ മിസ്റ്റർ കേരളയിൽ ആര് പൊട്ടിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വെല്ലു വിളിക്കാണ്. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും കൂടിയിട്ട് എന്റെ കളിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ശരിക്കുള്ള കളി പുറത്ത് വിട്ടിട്ടില്ല. അതിന്റെ ഇടയിൽ നമ്മളെ റൈസ് ആണെങ്കിൽ നമ്മളെ തായ്സിന്റെ ഫോൺ ഒളിപ്പിച്ചു. ചെക്കനാണെങ്കിൽ ടർഫിലെടോ ബാക്കിയായി പറഞ്ഞിട്ട് ടർഫില് ഫുള്ള് പരുത്തി ഏർന്നെങ്കിൽ കിട്ടുന്നില്ല. ചെക്കനാണെങ്കിൽ ഫുള്ള് ഡിപ്രഷൻ എടുത്തിട്ട് നാടിടി പരുതാൻ തുടങ്ങി. അങ്ങനെ ഓനെ കുറെ ബട്ടൺ തിരിപ്പിച്ചിട്ട് ലാസ്റ്റ് നമ്മളെ റൈസ് ഓനക്ക് ഫോൺ കൊടുത്ത്. ഫോൺ കിട്ടിട്ടാകുമ്പോ ോന്റെ സന്തോഷം കാണണേ. അലിൻ ജോസ് പെരേറ പോലും ബാക്ക് കണ്ടുവരും. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മ നേരെ പൊരുക്ക് വിട്ട്. അങ്ങനെ പൊരുക്കത്തിയിട്ട് ഒരു രാത്രി ആയിട്ടാകുമ്പോ ഉമ്മാക്ക് അബി ഒരു ഫോൺ കൊണ്ടുവന്നു. കുറച്ചു ദിവസം മുന്നേ ഉമ്മാന്റെ ബർത്ത്ഡേ ഉണ്ടായിന്. അതുകൊണ്ടാലോ കൊടുക്കുന്നത്. ഉമ്മാന്റെ മുമ്പത്തെ ഫോൺ എന്തായാലും പൊട്ടിയിട്ട് പന്ന സൈറ്റ് ഉണ്ടായി. അതുകൊണ്ടാണ് പുതിയത് വാങ്ങിയത്. സംഭവം വർക്കിംഗ് ആണ്. അബി പറ്റിച്ചിട്ടാ. അപ്പൊ ഓക്കെ ബൈ.